എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ റുമൈസ ബീവി റളിയല്ലാഹു തആല അൻഹ? പഠിക്കുമെങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു റുമൈസയ്ക്ക്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. നബി തങ്ങളെ കാണണമെന്ന് വല്ലാത്ത കൊതിയ റുമൈസ ബീവിക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് വല്ലാത്ത സ്നേഹമാണ്. പടച്ചവനെ, നബി തങ്ങളെ കാണണമെന്ന് വല്ലാത്ത കൊതിയായിരുന്നു. അങ്ങനെ നബി തങ്ങളെ ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കുന്ന റുമൈസ ഒരു ദിവസം കേൾക്കുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകന് വന്നിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ നാട്ടിൽ വന്നിരിക്കുകയാണ്. പടച്ചവനെ, റുമൈസ ഓടുകയാ. അള്ളാഹുവിൻ്റെ പ്രവാചകന ജീവിതത്തിൻ്റെ അഭിലാഷമായ മുത്തുനബി ഒന്ന് കാണുന്നതിന് വേണ്ടി റുമൈസ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടുകയാണ്. ഓടിച്ചെല്ലുമ്പോ എല്ലാവരും അള്ളാഹുവിൻ്റെ പ്രവാചകനെ കാണാൻ പോകുന്നത് വെറും കയ്യോടെയല്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ പോകുമ്പോ വില കൂടിയ സമ്മാനങ്ങളുമായിട്ടാണ് എല്ലാവരും നബി തങ്ങളുടെ ചാരത്ത് ചെല്ലുന്നത്. പണച്ചവനെ, പണം കൊണ്ട് കൊടുത്തവരുണ്ട്, വസ്ത്രം കൊണ്ട് കൊടുത്തവരുണ്ട്, ഈത്തപ്പഴം കൊണ്ട് കൊടുത്തവരുണ്ട്. എല്ലാവരും ലോകത്തിന്റെ നേതാവിനെ കാണാൻ പോകുമ്പോ സമ്മാനം കൊണ്ടുപോയി കൊടുക്കുകയാ. റുമൈസ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ മാറി നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ലല്ലോ അല്ലാ. നബി തങ്ങളുടെ മുന്നിൽ വെറും കയ്യോടെ പോകാൻ പറ്റില്ലല്ലോ. നബിതങ്ങളുടെ മുന്നിൽ വെറും കയ്യോടെ പോകാൻ പറ്റില്ലല്ലോ. എന്ത് സമ്മാനമാണ് നബിതങ്ങൾക്ക് കൊടുക്കേണ്ടത്? എല്ലാവരും വിലപിടിപ്പുള്ളത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. റുമൈസയുടെ കയ്യിലൊന്നുമില്ല, സമ്പത്തില്ല, വസ്ത്രമില്ല, ഈത്തപ്പഴമില്ല, ദിർഹമുകളില്ല, ഒന്നുമില്ലാത്ത റുമൈസ തന്റെ പൊന്നുമകനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന് കൊടുക്കുമ്പോ ഏറ്റവും നല്ലത് വേണം കൊടുക്കാൻ. റുമൈസയുടെ കയ്യിലൊന്നുമില്ലല്ലോ. റുമൈസ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ചെറിയ മകനായ അനസിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് തന്റെ പൊന്നാര മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് മുത്തുനബിയുടെ മുന്നിലേക്ക് പോകുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് റുമൈസ ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എല്ലാവരും കാണാൻ വരുമ്പോൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊണ്ടുതരുന്നുണ്ട് നബിയേ. എൻ്റെ കയ്യിലൊന്നുമില്ല നബിയേ, ഞാൻ പാവപ്പെട്ടവളാ നബിയേ, ഞാൻ പാവപ്പെട്ടവളാ നബിയേ, എൻ്റെ കയ്യിൽ തരാനൊന്നുമില്ല നബിയേ, ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളത് വേണം തരാൻ. റുമൈസ ബീബി റളിയല്ലാഹു തആല അൻഹ അനസ് എന്ന് പറയുന്ന പൊന്നുമകന്റെ കയ്യിൽ പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കാകെയുള്ളത് ഈ പൊന്നുമോനാ, എനിക്കാകെയുള്ളത് ഈ പൊന്നുമോനാ, എനിക്കിവനെ ജീവനാ നബിയേ, എനിക്കിവനെ ജീവനാ നബിയേ, എനിക്കാകെയുള്ളത് ഈ പൊന്നുമോനാണ്, ഇവന് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ തരാൻ, സമ്മാനമായിട്ട് തരാൻ ഇവനല്ലാതെ ഒന്നുമില്ല. സ്വന്തം പ്രസവിച്ച പൊന്നുമോനെ മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇതാണ് കാണിക്ക, ഇതാണ് നബിയേ എൻ്റെ സമ്മാനം. അങ്ങയുടെ ഖാദിമായി അങ്ങക്ക് ചെരുപ്പെടുത്തു തരാൻ, വെള്ളമെടുത്തു തരാൻ, ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തു തരാൻ ഇന്നു മുതൽ ഖാദിമായിട്ട് ഞാൻ തന്നിരിക്കുന്നു നബിയേ. സ്വന്തം മകനെ നബി തങ്ങളുടെ മുന്നിൽ സമ്മാനമായി കൊടുത്ത ഉമ്മയാണ് മഹ്ദി റുമൈസ. അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയാണ് റുമൈസ. ആ റുമൈസയ്ക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലം എന്തെന്നറിയോ? നബിയോടുള്ള സ്നേഹം കാരണം സ്വന്തം മകന് മുത്തുനബിക്ക് ഖാദിമായിട്ട് സമ്മാനമായിട്ട് കൊടുത്തപ്പോ ആ ഉമ്മയ്ക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലം നാളെ സ്വർഗത്തിലെ നബി തങ്ങളുടെ മുന്നിലൂടെ ഓടുകയാ. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഭാഗ്യവാ പെങ്ങളേ.
ആ റുമൈസ പോകുന്ന സ്വർഗമാമോളെ നീയും ആഗ്രഹിക്കുന്നത്. നിനക്കതിനുള്ള എന്ത് യോഗ്യതയാ ഉള്ളതെന്ന് ചിന്തിക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നബിതങ്ങൾ ആരാണെന്ന് പഠിക്ക്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ച് പഠിക്കടാ ചെറുപ്പക്കാരോ. യൂട്യൂബിൽ നിന്നല്ലടാ. അള്ളാഹുവേ, ഒരുപാട് ഹദീസിന്റെ കിതാബുകളുടെ പരിഭാഷ വായിക്കാൻ കിട്ടുമല്ലോ. വായിച്ചു പഠിക്കുമോനെ. ഉസ്താദന്മാരുടെ അടുക്കൽ ചോദിച്ചു പഠിക്ക്. നിന്റെ നബിയാരാ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ നബിതങ്ങളെ കുറിച്ച് ഇനി മുതൽ നിന്റെ കൂടെ പഠിക്കുന്നവൻ ചോദിച്ചാ നേരെ നിന്നിട്ട് പറയണം, എൻ്റെ നബിതങ്ങൾ ആരെന്നറിയോ? കേൾക്കുമ്പവന്റെ കണ്ണ് നിറയണമടാ ചെറുപ്പക്കാരാ. അവനു പോലും അല്ലാഹുവിന്റെ റസൂലിനോടുള്ള പ്രണയം അവന്റെ ഹൃദയത്തിൽ വരണം മോരെ. അതിന് നീ ആദ്യം നേരെയാക്. നീ ആരാണ് നബിതങ്ങളെന്ന് പഠിക്ക്. അല്ലാഹുവേ, നബിതങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടം അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഈ മജ്‌ലിസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ പിന്നെ